ഞാൻ ആലോചിക്കുന്ന കേരളത്തിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് ആ പെരുങ്കള്ളനെ പിടിച്ചുകൊണ്ട് പോയിട്ടൊന്നും വിലങ്ങ് വെക്കാൻ കഴിയാത്ത ഒരു എന്തു പറയാ ഒരു പോലീസിന്റെ ഒരു നടപടി ഒരു വലിയ നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഷെർഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിണറായിയുടെ പറയാ ദേഷ്യം തീർക്കാൻ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരു കാര്യവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വിലങ്ങ് വെച്ചാണ് കൊണ്ടുപോയി. എന്നിട്ട് ലോക്കപ്പിലെ ഇങ്ങോട്ട് തള്ളിയൊക്കെയാണ്. ലോക്കപ്പിലെ തള്ളിയതിനു ശേഷം തൊട്ടപ്പുറത്ത് ഒരു കർട്ടനൊക്കെ ഉണ്ട്, അത് തുറന്ന് കാണിച്ചു കൊടുത്തത് ഇയാൾ ലോക്കപ്പിലാണ് എന്ന് മീഡിയകൾക്ക് ലോക്കപ്പിൽ കിടക്കുന്ന ഫോട്ടോ എടുത്ത് മീഡിയയിൽ കൊടുക്കാനും പത്രങ്ങളിൽ അച്ചടിച്ചു കൊടുക്കാനും വാർത്തകൾ ചെയ്യാൻ വേണ്ടി ചെയ്തു കൊടുത്ത പോലീസാണിത്. ആ പോലീസാണ് കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള, കേരളം കണ്ട ഏറ്റവും വലിയ പെരുങ്കൊള്ള. ലക്ഷക്കണക്കിന് ഭക്തരുടെ ആശ്രയമായിട്ടുള്ള ശബരിമല, അവരുടെ ഭക്തിയുടെ ഉറവിടമായിട്ടുള്ള ശബരിമല, ആശ്രയമായിട്ടുള്ള ശബരിമല, ആ ശബരിമല ഒന്നാകെ കള്ളയടിച്ച പെരുങ്കൊള്ളന്മാരുടെ കാര്യം കട്ടിളപ്പാളി അപ്പാടെ എടുത്തോണ്ട് പോയി. കട്ടിളപ്പാളി മാത്രമല്ല, അവിടെ വാതിൽപ്പാളി, ദ്വാരപാലക ശില്പങ്ങള്, അതിന്റെ പുറംചട്ട മുഴുവൻ, അതേപോലെ മച്ച്, സ്വർണം എവിടെയൊക്കെ ഉണ്ടോ അത് മുഴുവൻ ഇളക്കിക്കൊണ്ടുപോയി. മുഴുവൻ പെരുങ്കൊള്ള നടത്തി. എന്നിട്ട് ഇതൊക്കെ ഇളക്കിക്കൊണ്ട് പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, റിപ്പയർ ആവശ്യമില്ലാത്ത മിനുക്കുപണികൾ നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ സ്വർണ്ണം ഒരിക്കലും രേഖപ്പെടുത്തരുത്, തങ്കം ഒരിക്കലും രേഖപ്പെടുത്തരുത്, അതിനെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തണം. ചട്ടം കെട്ടി ബാക്കിയുള്ള കൂട്ടാളികളോടൊപ്പം പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്നിട്ട് പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുത്തു വിടണം. പോറ്റി വെറുതെ അല്ല പറഞ്ഞത് ഞാൻ കയറി പോകുന്നു, ശരി തന്നെ, ബാക്കിയുള്ളതിനെ കൊണ്ടാ ഞാൻ പോകുന്നുള്ളത്. ഇവിടെ വാസുവിൽ ചെന്ന് നിൽക്കുമ്പോ ഇനി ദേവാസു ചില്ലറക്കാനായിരുന്നു, ദേവസ്വം കമ്മീഷണറായിരുന്നു ഒരു കാലത്ത്, പെൻഷൻ പറ്റിയിരിക്കുകയാണ്. അതേപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അതായത് ഭഗവാനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഒരാൾ തന്നെയാണ് ഭഗവാനെ മൊത്തത്തിൽ വീടോടെ കൊള്ളയടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് ആ കൊള്ളക്കാരനെ ഇവിടുത്തെ മീഡിയകൾ ആരും തന്നെ കൊള്ളക്കാരനെന്ന് പോയിട്ട് കള്ളനെന്നോ അല്ലെങ്കിൽ മോഷ്ടിച്ചവനെന്നോ സ്വർണ്ണാഭരണം കട്ടവനെന്നോ അല്ലെങ്കിൽ കട്ടതെന്ന് സംശയിക്കപ്പെടുന്നവനെന്നോ എന്നുപോലും സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് കയ്യാമം വെക്കാനോ ഇനി അതല്ലെങ്കിൽ ആ നിലയിൽ മറ്റുള്ള നെയ്യപ്പം കാട്ടുന്നവനെ അല്ലെങ്കിൽ വിശപ്പിന് എന്തെങ്കിലും ഒന്ന് എടുക്കുന്നവനെ കയ്യാമം വെച്ചുകൊണ്ടുപോകണ നാട്ടിൽ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോയത് കണ്ടപ്പോൾ സത്യത്തിൽ എന്താ പറയേണ്ടതെന്നറിയാൻ വയ്യാതെ. റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ കാര്യമായിട്ട് എഴുതുന്നുണ്ട്, എന്താണ് സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് മാറ്റി ചെമ്പ് പാളികൾ എന്ന് എഴുതിപ്പിച്ചു എന്നാണ് പറയുന്നത്. എഴുതി എന്നല്ല പറയുന്നത്, എഴുതിപ്പിച്ചു. അപ്പൊ എന്തിനാ അത് എഴുതിച്ചത്? അതിന് തന്നെയല്ലേ കൊള്ളാന്ന് പറയുന്നത്. അന്വേഷണം സത്യസന്ധവും സുതാര്യമായിട്ടാണെങ്കിൽ ഇവിടെ തീരൂല. ഒരു പോറ്റിയിലാണ് ഈ അന്വേഷണം തുടങ്ങിയത്. എന്നിട്ട് എവിടെത്തി? അങ്ങനെ പോറ്റി കഴിഞ്ഞു, മുരാരി ബാബു കഴിഞ്ഞു, അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ ഇപ്പോ വാസുവിലെത്തി നിൽക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ദേവസ്വം മന്ത്രി വരും, അതുപോലെ മുഖ്യമന്ത്രി വരും, അങ്ങനെ പലരും വരും. കാരണം കാരണം CPM ആണല്ലോ ഇവരെയൊക്കെ നിയമിച്ചത്, നേരിട്ടുള്ള നിയമനമായിരുന്നല്ലോ. പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ ഉന്നത സ്ഥാനത്ത് സ്ഥാപിച്ചത് ഈ പാർട്ടിയാണ് എന്നതുകൊണ്ട് പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്തിനാണ് ഇവരെയൊക്കെ ഈ സ്ഥാനത്ത് നിയമിച്ചത്? ശബരിമല മോഷ്ടിച്ച് അതിന്റെ ഒരു പങ്ക് പറ്റാനില്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് അവരെ നിയമിച്ചത്? പാർട്ടി മറുപടി പറയണ്ടേ? അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പെരുങ്കള്ളന്മാരെ എന്തിന് ഇത്ര ഉന്നത പദവിയിൽ കൊണ്ടുവച്ചു എന്ന് പറയണം. ആരെ സംരക്ഷിക്കാനാണ്, എന്ത് സംരക്ഷിക്കാനാണ് ഇവരെ നിയമിക്കുന്നത്? എന്ത് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ നിയമിക്കുന്നത്? അതൊന്നാകെ കൊള്ളയടിച്ചുകൊണ്ടുപോയ ഇവരെ കഴിഞ്ഞ 2019 ശേഷം ഇതുവരെയുള്ള കാലത്ത് കോടതി ഇടപെടുന്നത് വരെ എന്ത് നടപടി എടുത്തു എന്ന് സർക്കാർ മറുപടി പറയണ്ടേ? CPM മറുപടി പറയണ്ടേ? എന്നിട്ട് തന്നെ പ്രതികളെ 7ാം പ്രതിയെ വരെ അറസ്റ്റ് ചെയ്ത് തൂക്കി അകത്തിട്ടു, റിമാൻഡ് ചെയ്യിച്ചു. 3ാം പ്രതിക്ക് അപ്പോഴും സുഖവാസമായിരുന്നു. അവസാന നിമിഷം വരെ തന്നെ തൊടൂല എന്നുള്ള പ്രതീക്ഷയാണ്. കാര്യം അത്രത്തോളം പിടിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ള ഓഫീസുകൾ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്ന നേതാവാണ്. അത്രത്തോളം സ്വാധീനമുള്ള ആളാണ്. ആ സ്വാധീനമുള്ള ആളെ തൊടാൻ കഴിയില്ല എന്നൊരു പക്ഷെ കരുതിയിട്ടുണ്ടാകും. പക്ഷെ കോടതി നേരിട്ടാണ് ഇടപെടുന്നത്. കോടതി ബാഹ്യ ഇടപെടലുകൾ ഈ അന്വേഷണത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ അറസ്റ്റ് നടന്നത്. അല്ലെങ്കിൽ എന്നോ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പോറ്റിയുടെ ഭാഗത്ത് മാത്രം, പോറ്റിയുടെ മണ്ടയിൽ മാത്രം തലയിൽ കേസ് വെച്ച് കെട്ടിക്കൊടുത്തിട്ട് അയാളെ മാത്രം അകത്താക്കിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് തടി കൂടും, കേവലം സംശയമായി മാറും, മുൻകൂർ ജാമ്യം കിട്ടും. ഇവിടെ ഇവരൊന്നും മാത്രമല്ല പ്രതികൾ, യഥാർത്ഥ പ്രതികൾ ഇനിയും പുറത്താണ്, വമ്പന്മാർ. അതല്ല എന്നുണ്ടെങ്കിൽ ഇവരെ ഈ സ്ഥാനത്ത് നിയമിച്ചവർ എന്തിനു വേണ്ടി അവരവിടെ നിയമിച്ചു എന്ന് പറയണം. എന്ത് പ്രത്യേകതയാണ് ഇവരിൽ കണ്ടത് എന്ന് പറയണം. ഒരു പ്രത്യേകത കൊണ്ടാണല്ലോ അവിടെ നിയമിക്കുന്നത്. ഇവിടെ അങ്ങ് മറച്ചുകളെന്ന് പറയുന്നതുണ്ടോ? അപ്പൊ ഇത്തരത്തിലൊരു മറപ്പ് നടക്കാൻ അവിടെ കട്ടിളയും ഭഗവാനെ തന്നെയും അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ കാത്തു സൂക്ഷിക്കേണ്ട ദേവതകളെ പോലും എടുത്തുകൊണ്ട് പോവാണ്. ഇത് കണ്ട കാര്യങ്ങളാണ് ഇതുവരെ. ഇനി എന്തൊക്കെയാണ് കാണാൻ കിടക്കുന്നതെന്ന് ഭഗവാന് പോലും അറിയാത്തൊരു അവസ്ഥയാണ്. ഏതെങ്കിലും ഒരു സാധുവിനെ പിടിക്കുമ്പോൾ അവനെ കയ്യാമം വെക്കുന്നവനെ വലിയ ചിത്രത്തിൽ കാണിക്കുമ്പോൾ അവരെ കള്ളനെന്നും പെരുങ്കള്ളനെന്നും മുദ്രകുത്തി ഇവിടെ വാർത്തകൾ ഘോരഘോരം സൃഷ്ടിച്ചൊരുക്കുമ്പോൾ
ഈ കള്ളന്മാരെ, ഈ പെരുങ്കള്ളന്മാരെ എന്തുകൊണ്ട് മീഡിയകൾ അങ്ങനെ വിളിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെയും എന്തൊക്കെയോ മണക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ പങ്കുകൾ ആർക്കൊക്കെയോ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടി വരികയല്ലേ. സത്യത്തിൽ സോഷ്യൽ മീഡിയ എന്നൊരു മീഡിയ ഇവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും പുറലോകം കാണില്ല. സോഷ്യൽ മീഡിയ ഇതൊക്കെ പറയുന്നത് കൊണ്ട് മീഡിയകൾക്ക് വായടച്ചു മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല എന്നതല്ലേ വാസ്തവം. ഇതിവിടെ കൊണ്ടൊന്നും തീരുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കേരള ജനത പ്രതീക്ഷിക്കുന്നില്ല. ഇനിയും അറസ്റ്റ് ഉണ്ടാകും, ഇനിയും അറസ്റ്റ് ഉണ്ടായി പിണറായി ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ചെന്നെത്തും. നമുക്കറിയാം ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് എങ്ങനെ വന്നു, ഏതൊക്കെ വന്നു എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റു പലരുടെ പദവി പോയി. സ്വപ്ന സുരേഷ് അവസാനം രക്തസാക്ഷിയായി അവിടെ ഇരുന്നു. എല്ലാ കുറ്റങ്ങളും അവരെ മണ്ടയിൽ കൊട്ടിട്ട് പഴിചാരാൻ പോയി. ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കില്ലല്ലോ. ആ സമയത്ത് സ്വപ്ന എന്ന് പറയുന്ന അതിനെ കുരുക്കുന്ന സമയത്ത് ഇവിടെ കൊള്ള ഇപ്പുറത്ത് നടക്കുക, കൊള്ള നടത്താൻ വേണ്ടി ആൾക്കാരെ ഇങ്ങനെ സ്ഥാപിച്ചു കൊടുത്തോണ്ടിരിക്കുക. അവരെല്ലാം ഭഗവാനെ ഒന്നാടെ മാന്തി കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന സമയത്തും അപ്പുറത്ത് സ്വർണം, ഞങ്ങൾക്ക് സ്വർണം ഹറാമാണ്, ഞങ്ങൾ തൊടൂല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഞങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഈത്തപ്പഴത്തിൽ സ്വർണം കടത്തിയിട്ടില്ല, ഞങ്ങൾ ഖുറാന്റെ ഉള്ളിൽ സ്വർണം കടത്തിയിട്ടില്ല, ഞങ്ങൾ സ്വർണം എന്നൊരു വാക്യേ കേട്ടിട്ടില്ല. എന്നിട്ടിപ്പോ എന്തായി? അന്ന് നിയമിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ സ്വർണം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ കീഴിൽ കണ്ടമാന സ്വർണ്ണമുണ്ട്. സകല ക്ഷേത്രങ്ങളിലും വരുന്ന ചെറിയ നേർച്ചയ്ക്ക് വരുന്ന ചെറിയ സ്വർണം പോലും അത് അവസാനം ദേവസ്വം ബോർഡിൽ എത്തിച്ചേരുകയാണ്. ഒരു പവന്റെ സ്വർണത്തിന് കോടികളുടെ മൂല്യമാണുള്ളത്. കാരണം ശ്രീകോവിൽ നിന്ന് പോകുന്നത് പുറപ്പെടുന്നതാണ്, ശ്രീകോവിലിന്റെ വാതിലുകളാണ്, ശ്രീകോവിലിന്റെ മച്ചാണ്, ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങളാണ്, ഇല്ലേ, കട്ടിളപ്പടിയാണ്. അതിന് കേവലം സ്വർണത്തിന്റെ മൂല്യമാണോ കണക്ക് കൂട്ടുന്നത്? ഇതിവിടെ കൊണ്ട് തീരരുത്. ഈ കേസന്വേഷണം സത്യസന്ധവും സുതാര്യമാണ് എന്നുണ്ടെങ്കിൽ ഇതോടുകൂടി ഇവിടുത്തെ CPM-ന്റെ കഥ കഴിയും. കാര്യം എല്ലാവരും ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ തന്നെ അകത്തു പോകും. ഇത് നേരത്തെ നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ അല്ല. അങ്ങനെ ആകട്ടെ എന്നാണ് കരുതുന്നത്. പക്ഷെ എവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് ഇപ്പോൾ സംശയം. Different angles. Don't forget to subscribe and support this channel.